സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാട്ടിൽ കൂടുതൽ വേതനം ലഭിക്കുന്ന അപൂർവം ചില മേഖലകളിൽ ഒന്നാണ് പോൺ ഇൻഡസ്ട്രി. മുൻ പോൺ സ്റ്റാറായ സണ്ണി ലിയോണിയും അതുപോലെ തന്നെ പോൺ മേഖലയുമായിട്ട് ഇപ്പോഴും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന താരങ്ങളായ ഡാനി ഡാനിയൽസും മിയ മൽക്കോവയും ജൂലിയ ആനും ഒക്കെ മറ്റ് പുരുഷ പോൺ സ്റ്റാറുകളെ അപേക്ഷിച്ച് 2 മുതൽ 5 ഇരട്ടി വരെ വേതനം ലഭിക്കുന്ന താരങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇത്രയധികം താരമൂല്യമുള്ള ഒരു വ്യവസായത്തിൽ ഒരു ശരാശരി ഫീമെയിൽ പോൺ സ്റ്റാറിന്റെ കരിയർ ഏതാനും മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ മാത്രമായിട്ട് ചുരുങ്ങുന്നത്? ക്യാമറയ്ക്ക് മുമ്പിൽ ഒച്ചയുണ്ടാക്കിയും അലറി വിളിച്ചുമൊക്കെ സെക്സിൽ ഏർപ്പെടുകയും ആ സെക്സ് തങ്ങൾ ആസ്വദിക്കുകയുമാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന സ്ത്രീകൾ ആരൊക്കെയാണ്? ഇവരുടെ സ്വകാര്യ സെക്സ് ലൈഫും ഇങ്ങനെ തന്നെയാണോ? ഇതേ ചോദ്യം ഇന്ന് നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കാൻ ചേരുന്ന ഡോക്ടർ ജസ്റ്റിൻ ഡൂബനും ഉണ്ടായിരുന്നു. ഡോക്ടർ ജസ്റ്റിൻ മിയാമി യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റലിൽ റെസിഡന്റ് ആയിട്ട് ജോലി ചെയ്തിരുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിലെ ക്ലിനിക്കിൽ നിരവധി പോൺ സ്റ്റാറുകൾ ലൈംഗിക ചികിത്സയ്ക്ക് വരുന്നത് കാണാറുള്ളതായിട്ട് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ഇത് അദ്ദേഹത്തിൽ വളരെയധികം കൗതുകമുണർത്തുകയും അവരുടെ ലൈംഗിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ പോൺ സ്റ്റാറുകളുടെ ലൈംഗിക പ്രശ്നത്തെപ്പറ്റി ഒരു പഠനം തന്നെ നടത്തേണ്ടത് ആവശ്യമാണെന്ന് തനിക്ക് തോന്നുകയും ചെയ്തു എന്നാണ് ഡോക്ടർ ജസ്റ്റിൻ എന്നോട് പറഞ്ഞത്. പുരുഷന്മാരുടെ ആരോഗ്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടർ ജസ്റ്റിൻ മാൻ അപ്പ് എ ഡോക്ടേഴ്സ് ഗൈഡ് ടു മെൻസ് ഹെൽത്ത് എന്ന പോഡ്കാസ്റ്റിന്റെ സഹ അവതാരകൻ കൂടിയാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ലൈംഗിക വിദ്യാഭ്യാസമില്ലാതെ ലൈംഗികതയെപ്പറ്റി MBBSൻ്റെയും MDയുടെയും സൈക്കോളജി ഡിഗ്രിയുടെയും ഒക്കെ ബലത്തിൽ മാത്രം തള്ളി ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് കേരളത്തിൽ സെക്സോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ബോർഡും വെച്ചിരിക്കുന്ന 99% ഡോക്ടർമാർ. ഈ ഒരു വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. അതുകൊണ്ട് തന്നെയാണ് വിവോക്സ് കേരളത്തിലെ ഇന്ത്യയിലെ ഡോക്ടർമാരെ ഒന്നും ഇന്റർവ്യൂ ചെയ്യാതെ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പേർട്സുകളുമായിട്ട് ഒരു സംഭാഷണം നടത്തുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെയും അടുക്കൽ പോകേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടത് ശരിയായ അറിവും ഒരു കൗൺസിലിംഗും മാത്രം മതി. പക്ഷേ ഈ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഹോളിവുഡ് പോലെയുള്ള മുഖ്യധാര സിനിമാ മേഖലയെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് വളരെയധികം താരമൂല്യവും പുരുഷന്മാരെ അപേക്ഷിച്ച് ഉയർന്ന വേതനവും ഒക്കെ ലഭിക്കുന്ന ഒരു വ്യവസായമാണ് പോൺ. മുൻനിര പോൺ താരങ്ങളായ ഡാനി ഡാനിയൽസിനും മിയ മൽക്കോവയ്ക്കും ജൂലിയ ആനും ഒക്കെ കേവലം ഒരു സീനിൽ മാത്രം അഭിനയിക്കുന്നതിന് 1.5 മുതൽ 8.5 ലക്ഷം രൂപയാണ് കിട്ടുന്നതെങ്കിൽ അവരോടൊപ്പം അഭിനയിക്കുന്ന പുരുഷ പോൺ സ്റ്റാർസുകൾക്ക് ലഭിക്കുന്നത് കേവലം 40,000 മുതൽ 50,000 രൂപ വരെ മാത്രമാണ്. ഈ ജോണി സിൻസിനെ പോലെയും റോക്കോ സിഫ്രിദിയെ പോലെയും കാരൻ ലീയെ പോലെയും ഒക്കെയുള്ള ചില താരമൂല്യമുള്ള പുരുഷ പോൺ സ്റ്റാർസുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പോണിൽ അഭിനയിക്കുന്ന ഒട്ടുമിക്ക പുരുഷ പോൺ സ്റ്റാർസുകളുടെയും വേതനം വളരെ കുറവാണ്. ഇതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഈ പോൺ കാണുന്നത് ഇന്നും ബഹുഭൂരിഭാഗവും പുരുഷന്മാർ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളില്ലെങ്കിൽ പോണില്ല. പക്ഷേ എന്നിട്ട് പോലും ഈ പോൺ ഇൻഡസ്ട്രിയിൽ ദീർഘകാലം ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. ഈ പോണിൽ അഭിനയിക്കാൻ സ്വന്തം താല്പര്യപ്രകാരവും ഇഷ്ടപ്രകാരവും ഒക്കെയാണ് വന്നതെന്ന് പറഞ്ഞ് മിയ ഖലീഫയും സണ്ണി ലിയോണിയും പോലെയൊക്കെ ഉള്ളവർ പോലും ഏതാനും മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ കൊണ്ട് അഭിനയം അവസാനിപ്പിച്ച് പോൺ ഇൻഡസ്ട്രി തന്നെ ഉപേക്ഷിച്ച് പോവുകയോ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് പിന്നിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോവുകയോ ഒക്കെ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ബോളിവുഡിലോട്ട് ചേക്കേറുന്നതിന് മുമ്പ് വരെ സണ്ണി ലിയോണിക്ക് സൺലസ്റ്റ് എന്ന പേരിൽ പോൺ സിനിമകൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി ഇന്ന് നിർജീവമാണ് എന്നാണ് അതിൻ്റെ വെബ്സൈറ്റും റിപ്പോർട്ടുകളും ഒക്കെ സൂചിപ്പിക്കുന്നത്. ബാക്കി മിയ ഖലീഫയെ പോലെയുള്ള ഒട്ടുമിക്ക ഫീമെയിൽ പോൺ സ്റ്റാർസുകൾക്കും പോൺ പെട്ടെന്ന് പൈസ ഉണ്ടാക്കി സ്ഥലം കാലിയാക്കാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമാണ് കാണാറ്. ഈ ഒരു മനോഭാവത്തിന്റെ പിന്നിൽ അവരുടെ കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്ന നാണക്കേടും സമ്മർദ്ദവും മുതൽ സ്വന്തം ശരീരത്തിന്റെ ആകാരവടിവ് എന്നും ഫോട്ടോഷോപ്പ് ചെയ്ത പോലെ നിലനിർത്താനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുമൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫീമെയിൽ പോൺ സ്റ്റാർസുകളുടെ സ്വകാര്യ ലൈംഗിക ജീവിതത്തെ പറ്റിയും അവരെ നേരിടുന്ന ലൈംഗിക ബുദ്ധിമുട്ടുകളെ പറ്റിയും ഒക്കെ പഠിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ക്യാമറയ്ക്ക് മുമ്പിൽ ദീർഘകാലം അഭിനയിക്കുന്ന ഫീമെയിൽ പോൺ സ്റ്റാർസുകളുടെ എണ്ണം വളരെ കുറവാണ്. മാത്രവുമല്ല പോൺ ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പ് തന്നെ സ്ത്രീകളായതുകൊണ്ടും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന പുതിയ സ്ത്രീകളുടെ എണ്ണവും വളരെ കൂടുതലാണ്. പോണിൽ അഭിനയിക്കണം എന്ന താല്പര്യത്തോടു കൂടെ ധാരാളം സ്ത്രീകൾ കടന്നു വരികയും പെട്ടെന്ന് തന്നെ പണി അവസാനിപ്പിച്ച് കടന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. അപ്പം ഈ ഒരു തുടർച്ചയായിട്ടുള്ള സ്ത്രീകളുടെ വരവും പോക്കും കാരണം അവരുടെ സ്വകാര്യ ലൈംഗിക ജീവിതത്തെപ്പറ്റി പഠിക്കുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. നേരെ മറിച്ച് പുരുഷ പോൺ സ്റ്റാർസുകളുടെ ഇടയിലുള്ള ലൈംഗിക പ്രശ്നം കണ്ടുപിടിക്കാൻ താരതമ്യേന വളരെ എളുപ്പമാണ്. ലിംഗം ഉദ്ധരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഡോക്ടർ ജസ്റ്റിൻ അമേരിക്കയിലെ പുരുഷ പോൺ സ്റ്റാർസുകളുടെ സ്വകാര്യ ലൈംഗിക ജീവിതത്തെപ്പറ്റി നടത്തിയ പഠനത്തിന്റെ കണ്ടെത്തലുകളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. സ്ത്രീകളുടെ ലൈംഗിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നല്ല പല ഘടകങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് നേരിട്ട് കാണാൻ പറ്റുന്ന ഒന്നല്ല.
അതുകൊണ്ട് തന്നെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിയ സർവേക്കൊപ്പം തന്നെ സ്ത്രീകളുടെ ലൈംഗിക താല്പര്യത്തെപ്പറ്റിയും ലൈംഗിക ഉത്തേജനത്തെപ്പറ്റിയും യോനിയിൽ സംഭവിക്കുന്ന ല്യൂബ്രിക്കേഷനെ പറ്റിയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വേദനയെപ്പറ്റിയും രതിമൂർച്ചയെപ്പറ്റിയും ലൈംഗിക സംതൃപ്തിയെപ്പറ്റിയും ഒക്കെ വളരെ വിശദമായിട്ട് തന്നെ ചോദ്യങ്ങളിലൂടെ ആരായുകയുണ്ടായി. സ്ത്രീകളുടെ ഇടയിലെ ലൈംഗിക ബുദ്ധിമുട്ട് പുരുഷന്മാരുടെ ഇടയിലെ ഉദ്ധാരണ പ്രശ്നങ്ങൾ പോലെ തന്നെ സർവ്വസാധാരണമാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ഏകദേശം 50%. ഡോക്ടർ ജസ്റ്റിൻ പുരുഷ പോൺസ്റ്റാസുകളുടെ ഇടയിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് ഏകദേശം 69% പുരുഷന്മാർ ഉദ്ധാരണ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എന്നായിരുന്നു. എന്നാൽ ഫീമെയിൽ പോൺസ്റ്റാസുകളുടെ ഇടയിൽ നടത്തിയ പഠനം അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ അതിശയിപ്പിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. എന്തായിരുന്നു അതിൻ്റെ കാരണം? പുരുഷന്മാരെ പോലെ തന്നെ 18 വയസ്സിന് മുകളിലുള്ള ഏകദേശം 50% സ്ത്രീകൾക്കും ലൈംഗിക ബുദ്ധിമുട്ടുകളായ സെക്സിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന, താല്പര്യമില്ലായ്മ, രതിമൂർച്ചയിലെത്തുവാനുള്ള ഒരു തടസ്സം എന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ സർവ്വസാധാരണമാണ് എന്നാണ് പഠനങ്ങൾ എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. എന്നാൽ ഫീമെയിൽ പോൺസ്റ്റാസുകളുടെ ഇടയിൽ നടത്തിയ പഠനത്തിൽ വെറും 26% സ്ത്രീകൾക്ക് മാത്രമേ ഒരു ലൈംഗിക ബുദ്ധിമുട്ട് നേരിട്ടിട്ടുള്ളൂ എന്നാണ് കണ്ടെത്തിയത്. അതിൻ്റെ അർത്ഥം പോണിൽ അഭിനയിക്കുന്ന സ്ത്രീകൾക്ക് ലൈംഗിക പ്രശ്നങ്ങൾ വളരെ കുറവാണ് എന്നാണോ? ഒരിക്കലുമല്ല. നമ്മൾ ഈ ഫീമെയിൽ പോൺസ്റ്റാസുകൾ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു ചിത്രം 18നും 25നും വയസ്സിനിടയിൽ പ്രായമുള്ള സ്ത്രീകളാണ്. എന്നാൽ ഞങ്ങളുടെ പഠനത്തിൽ പങ്കെടുത്ത ഫീമെയിൽ പോൺസ്റ്റാസുകളുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 31 വയസ്സായിരുന്നു. അതായത് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഈ പോൺ സിനിമ രംഗത്തോട്ടുള്ള സ്ത്രീകളുടെ ഒരു തുടർച്ചയായ വരവും പോക്കും കാരണം ചെറുപ്പക്കാരികളായ സ്ത്രീകളും ക്യാമറയ്ക്ക് മുമ്പിൽ സെക്സിൽ ഏർപ്പെടുന്നത് വേദനാജനകവും വിരസവുമൊക്കെയായിട്ട് അനുഭവപ്പെടുന്ന സ്ത്രീകളും അധികം വൈകാതെ തന്നെ ഈ ഒരു മേഖല വിട്ടുപോകും. അങ്ങനെ വരുമ്പോൾ അവിടെ പോണിൽ നിലനിൽക്കുന്ന സ്ത്രീകൾ, അതായത് 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ, അവർ ആ മേഖലയിൽ തുടരുന്നത് ആ ചെയ്യുന്ന ജോലി അവർക്ക് ഇഷ്ടവും അതിൽ അവരൊരു സുഖവും കണ്ടെത്തുന്നത് കൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഈ ഒരു വസ്തുത ഇന്നും പോൺ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുൻനിര പോൺ സ്റ്റാറുകളായ ഡാനി ഡാനിയൽസിൻ്റെയും മിയ മൽക്കോവയുടെയും ജൂലിയ ആൻ്റെയും ഒക്കെ ഇൻ്റർവ്യൂകളിൽ അവർ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എനിക്ക് സെക്സും ക്യാമറയ്ക്ക് മുൻപിൽ സെക്സിൽ ഏർപ്പെടുന്നതും ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് ഞാൻ ചെയ്യുന്ന ജോലിയും സെക്സും അഭിനയിക്കുന്ന രംഗങ്ങളുമൊക്കെ ഇഷ്ടമാണ്. ഞാൻ പോൺ ചെയ്തു തുടങ്ങിയത് സെക്സ് എനിക്ക് ഇഷ്ടമായതുകൊണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് സെക്സ് വളരെ ഇഷ്ടമാണ്. മുൻ പോൺ സ്റ്റാറായ സണ്ണി ലിയോണിയും തനിക്ക് സെക്സിലുള്ള താല്പര്യത്തെപ്പറ്റിയും ക്യാമറയ്ക്ക് മുൻപിൽ സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു ഇഷ്ടത്തെപ്പറ്റിയും ഒക്കെ പലതവണ ഇൻ്റർവ്യൂകളിൽ സംസാരിച്ചിട്ടുണ്ട്. ക്യാമറയ്ക്ക് മുമ്പിൽ ഒച്ചയുണ്ടാക്കിയും അലറി വിളിച്ചുമൊക്കെ സെക്സിൽ ഏർപ്പെടുകയും ആ ചെയ്യുന്ന ലൈംഗിക പ്രവൃത്തി അവർ സ്വയം ആസ്വദിക്കുകയാണ് എന്ന് പറയുന്ന സ്ത്രീകൾ ഇവരാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ആ ചെയ്യുന്ന ജോലിയിൽ ഒരു സുഖവും സന്തോഷവും ഒക്കെ കണ്ടെത്തുന്നവർ. പക്ഷേ അങ്ങനെയുള്ള സ്ത്രീകൾ പോലും അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈംഗിക അനുഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന് നൽകിയ ഉത്തരം ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു എന്നാണ് ഡോക്ടർ ജസ്റ്റിൻ എന്നോട് പറഞ്ഞത്. പഠനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ ഫീമെയിൽ പോൺ സ്റ്റാർസുകളോട് എടുത്തു ചോദിച്ച ഒരു ചോദ്യം ഏത് സെക്സാണ് അവർക്ക് ചെയ്യാൻ കൂടുതൽ താല്പര്യം എന്നായിരുന്നു. ക്യാമറയ്ക്ക് മുമ്പിൽ ചെയ്യുന്ന സെക്സ് ആണോ അതോ പങ്കാളിയുമായിട്ട് വീട്ടിൽ സ്വകാര്യതയിൽ ചെയ്യുന്ന സെക്സ് ആണോ എന്നായിരുന്നു. ഞങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ട് അവരെല്ലാവരും തന്നെ പറഞ്ഞത് വീടിനുള്ളിൽ സ്വകാര്യതയിൽ ചെയ്യുന്ന സെക്സ് ആണ് എന്നായിരുന്നു. അതിൻ്റെ കാരണമായിട്ട് അവർ പറഞ്ഞത് ഒരു സമ്പൂർണ്ണ ലൈംഗിക സംതൃപ്തിക്കും ആനന്ദത്തിനും വേണ്ടി ഒരു വൈകാരികവും മാനസികവുമായിട്ടുള്ള ഒരു അടുപ്പം തങ്ങളുടെ പങ്കാളിയുമായിട്ട് ഉണ്ടാകുന്നത് അപ്പോഴാണ് എന്നായിരുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.